തിരുവനന്തപുരത്തെ റോഡാണ്, അടിപൊളി റോഡാണ്. തിരുവനന്തപുരത്തെ റോഡിൽ കൂടെയുള്ള യാത്രകൾ ഇങ്ങനെ എടുക്കണം. തിരുവനന്തപുരത്തെ റോഡാണ്. ഇതൊന്നും അല്ലായിരുന്നു, ഇതിൻ്റെ അപ്പുറം കാണുമായിരുന്നു. തിരുവനന്തപുരത്തെ അടിപൊളി റോഡ്. എൻ്റെ അമ്മ നേരിട്ട് കാണാൻ പറ്റുന്നതോന്നും അറിയില്ല, ക്ലിയർ കിട്ടത്തില്ല. കാരണം ഈ കാണുന്നുണ്ട്, ക്ലിയർ കിട്ടത്തില്ല. എൻ്റെ അമ്മ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ കാണും തിരുവനന്തപുരം അടിപൊളിയാണ്. ഇത് വേറെ ഒന്നുമില്ല, മെഡിക്കൽ കോളേജിൻ്റെ അപ്പുറത്തുള്ള ഒരു റോഡാണ്. 600 മീറ്റർ ഇതുപോലെ ഇങ്ങനെ കിടക്കുക. 600 അല്ല, 1.5 കിലോമീറ്റർ ഇതേപോലത്തെ റോഡാണ്. ഇതൊന്നും അല്ലായിരുന്നു ഇതിനു മുമ്പ്. അവസ്ഥ കാണാമായിരുന്നു അവരുടെ. ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, ഇതെങ്ങനെ ഇത് റോഡിൽ കൂടെ വരുമെന്ന്. എൻ്റെ അമ്മോ, ഭാഗ്യം ഇവിടെ പണി നടക്കും കേട്ടോ. ഈ പണിയില്ലെങ്കിൽ ഇതൊന്നും നന്നാക്കിയാൽ മതി. ഇവന്മാർ നന്നാക്കത്തില്ല, അതാണ് ഇതിനെക്കാട്ടി പോകുന്നത്. ഇത് ഇന്നൊന്നും അല്ല, വർഷങ്ങളായിട്ട് കിടക്കുന്ന കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന, വർഷങ്ങളായിട്ട് കിടക്കുന്ന റോഡാണിത്. ഇതിങ്ങനെയാണ് എൻ്റെ റോഡിൻ്റെ അവസ്ഥ. ഓരോരോ അവസ്ഥകൾ. എൻ്റെ അമ്മ, വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു റോഡാണിത്. നിങ്ങളെല്ലാവരും കാണുക, പൊളിക്കുക. വണ്ടി കേടാവുന്നല്ലാണ്ട് ഒരു ഗുണവുമില്ല. ഇല്ല, ഇവിടെ റോഡ് പുള്ളിയില്ല. ഇത് നോക്ക്, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കയറി കിടക്കുക. ഇത് എങ്ങനെയെങ്കിലും ഒരു 300 മീറ്റർ കഴിഞ്ഞ് കിട്ടിയാൽ മതി. എൻ്റെ അമ്മ, തിരുവനന്തപുരത്ത് ഒരു റോഡ് കാഴ്ച ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെ ജീവിക്കുന്നതാണ്. എൻ്റെ പൊന്ന്, എൻ്റെ അമ്മ, ഒരവസ്ഥ. റോഡ് എൻ്റെ അമ്മ. അയ്യോ, ഇങ്ങനെ ഉണ്ടോ റോഡ്? ഇത്ര മോശപ്പെട്ട റോഡ്. ഇത് നമ്മുടെ വണ്ടി കേടായിപ്പോൾ. ഇത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെലിവറി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പോകുന്നതാണ്. 30 രൂപയും കിട്ടും ഈ പൂറ റോഡിൽ കൂടെ ഓടിക്കുന്നതാണ്. 100 രൂപയുടെ പണി. മനസ്സിലായി? നമുക്ക് നഷ്ടമാണ് ഇതൊക്കെ, നമുക്ക് വലിയ നഷ്ടമാണ്. ഒരു ഗുണമില്ലാത്തോ ഇതാണ്. നമ്മുടെ വണ്ടി കേടാക്കുക, വണ്ടി അഴുക്കാക്കുക, വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരിക, ഇതൊക്കെ ഇതിലെ കൂടെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇത്. കണ്ടോ, എങ്ങനെ പോകാനാണ് ഈ റോഡിൽ കൂടെ? ഈ ഗവൺമെൻറ്റൊക്കെ എന്ത് പാകാമെന്നറിയും. ഉള്ള കാര്യം പറയാമല്ലോ, ഈ ഒരു അവസ്ഥ കണ്ടിട്ട് പറയുന്നു. പക്ഷേ ലോക പാകാണ്. ഇതുണ്ടോ എത്ര വർഷം? നിങ്ങൾക്ക് തന്നെ ഈ റോഡ് കാണുമ്പോൾ അറിയാം എത്ര വർഷമായിട്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. എത്ര വർഷമായിട്ടാണോ ഇതുപോലെ കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റോഡ്. നല്ല വെള്ളപ്പൂച്ച. നിങ്ങളെപ്പോഴും വൃത്തിയായിട്ടിരിക്കും ആ പൂച്ചകൾ. നല്ല വൃത്തിയായിട്ടിരിക്കും അവനെപ്പോഴും. എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ള ഇതാണ്. 10-50 മീറ്ററും കൂടി ഉണ്ട്. എന്ത് പറയാനൊന്നും കാരണം
ഇവന്മാർക്കൊക്കെ മറ്റേ വണ്ടിയുടെ ഇത് കൊടുക്കും, വണ്ടിയിൽ നിന്ന് ടാക്സ് കൊടുക്കും, എന്നിട്ട് ഇവന്മാർക്ക് നന്നാക്കാൻ പറ്റില്ല. ഈ എന്തൊരു ഗവൺമെൻറ്റാണോ എന്തോ, അതിൽ ഒരു ഫ്രണ്ട്ലി അല്ലാത്തൊരു ഗവൺമെൻറ്, മനസ്സിലായിരിക്കും. ഫ്രണ്ട്ലി അല്ലാത്തൊരു ഗവൺമെൻറ്. പോട്ടെ, അതൊന്നും വേണ്ട. ഉണ്ടോ റോഡ് എത്ര നിങ്ങൾ തന്നെ ഉണ്ടോ, എത്ര മീറ്ററാണെങ്കിൽ എത്ര മീറ്റർ. എൻ്റെ അമ്മ റോഡ് കണ്ട് എൻ്റെ കണ്ടോ, ഫ്രണ്ട് ഭാഗം മാത്രം വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഫ്രണ്ട് ഭാഗം മാത്രം സ്ലാബ് ഇട്ട്. അപ്പോൾ കണ്ടത് തോന്നത്തില്ല ഇങ്ങനത്തെ റോഡാണ്. കാര്യം മനസ്സിലായോ? എനിക്ക് എന്താ മനസ്സിലായി? പക്ക ഉടായിപ്പാണ്, മനസ്സിലായില്ലേ? കണ്ടോ, ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടി ഇതൊക്കെ.